പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ വചനമായി നിൽപ്പാൻ ദൈവം അവിടുന്ന് സഹായിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അല്പസമയത്തെ നമ്മുടെ ചിന്തയ്ക്കായി എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യം. ഇത് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുവിൻ. ഹല്ലേലൂയ. സ്നേഹം പ്രകടിപ്പിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴിയാണ് എത്ര സമയം നാം അതിനായി കണ്ടെത്തുന്നു. സമയം എന്ന് പറയുന്നത് ദൈവം നമുക്ക് തന്ന ഒരു വലിയ ഗിഫ്റ്റാണ്. നമുക്ക് അധ്വാനിച്ച പണം സമ്പാദിക്കാം, പക്ഷെ ഒരിക്കലും നമുക്ക് സമയം സമ്പാദിക്കാൻ സാധ്യമല്ല. മറ്റുള്ളവർക്ക് വേണ്ടി മറ്റൊന്നും കൊടുക്കുവാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിലും നമ്മുടെ പ്രിയപ്പെട്ടവർക്കായി ദൈവത്തിനായി തിരക്കിനിടയിലും സമയം കണ്ടെത്തുവാൻ നമുക്ക് കഴിയണം. ഹല്ലേലൂയ. ഒരു പ്രത്യേക വ്യക്തിക്ക് വേണ്ടി ചിലവഴിക്കുന്ന സമയം ഒരിക്കലും തിരികെ ലഭിക്കുന്നില്ല. തിരിച്ച് അവരിൽ നിന്നുള്ള സ്നേഹം നമുക്ക് പകരമായി തിരികെ ലഭിക്കുന്നു. 1 യോഹന്നാൻ എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയുന്നു. കുഞ്ഞുങ്ങളെ നാം വാക്കിനാലും നാവിനാലുമല്ല, പ്രവൃത്തിയിലും സത്യത്തിലും തന്നെ സ്നേഹിക്കുക. അതോടൊപ്പം തന്നെ ദൈവസന്നിധിയിൽ നമുക്ക് പറയുവാൻ കഴിയുന്നത്, പലപ്പോഴും ചിലരെങ്കിലും പറയുന്നത് നാം കേൾക്കാം, ഞാൻ എൻ്റെ കുടുംബത്തിന് വേണ്ടി എല്ലാം ചെയ്തു കൊടുക്കുന്നു, എന്നിട്ടും അവർ സന്തോഷവാന്മാരല്ല. കാരണം മറ്റൊന്നുമല്ല, നിങ്ങളുടെ കുടുംബത്തിന് ആധാരം നിങ്ങളെയാണ്. കുറച്ചു സമയം അവർക്ക് വേണ്ടി വേർതിരിച്ച് ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുവാനും ഒരുമിച്ച് യാത്ര ചെയ്യുവാനും ഒക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അവരോടൊന്നിച്ച് സമയം ചിലവഴിക്കുമ്പോഴാണ് അവിടെ സ്നേഹം ഉടലെടുക്കുന്നത്. അതിന് പകരം വയ്ക്കുവാൻ മറ്റൊന്നുമില്ല എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 5-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, നിങ്ങളെ സ്നേഹിച്ചു നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായി വഴിപാടും യാഗവും അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടക്കുവിൻ. ഹല്ലേലൂയ. സമയം ലഭിക്കുമ്പോഴൊക്കെ നാം മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ചെയ്യുവാൻ നമുക്ക് കഴിയട്ടെ. ഹല്ലേലൂയ. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 4-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം, സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് പുറത്തുള്ളവരോട് ജ്ഞാനത്തോടെ പെരുമാറുവിൻ. ഹല്ലേലൂയ. അതേ പ്രിയരെ, സമയം തക്കത്തിൽ ഉപയോഗിക്കുക, ബുദ്ധിപൂർവമായി ചിന്തിക്കുക, പ്രവർത്തിക്കുക. യഥാർത്ഥമായി ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ ദൈവത്തിനെക്കുറിച്ച് സമയം നീക്കിവെക്കുക. വചനധ്യാനത്തിനും പ്രാർത്ഥനയ്ക്കും സമയം കണ്ടെത്തുക. ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ ദൈവത്തിനായ സമയം കണ്ടെത്തുക. സമയവും താലന്തുകളും ഒരിക്കലും പാഴാക്കരുത്. അത് തക്കത്തിൽ ഉപയോഗിക്കുക. ദൈവത്തോട് അടുത്ത് ചെല്ലുക, അവൻ നിങ്ങളോടും അടുത്ത് വരും. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 38 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചാൽ യേശുവിനോടുകൂടെ സമയം ചെലവഴിക്കുന്ന ഒരു കുടുംബത്തെ നമുക്ക് കാണുവാനായി കഴിയും. മറിയ കർത്താവിൻ്റെ കാൽക്കൽ ഇരുന്ന് വചനം കേട്ടുകൊണ്ടിരുന്നു. അതവൾ യേശുവിനെ സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു പ്രകടനമായിരുന്നു. മാർത്ത ശുശ്രൂഷയെ വളരെ കുഴങ്ങിയിട്ട് യേശുവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, യേശുവേ, മറിയ എന്നെ സഹായിക്കാതെ ഇരിക്കുന്ന നിനക്ക് വിചാരമില്ലയോ? യേശു പറഞ്ഞത്, മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു, അതാരും അവളോട് അപഹരിക്കുകയില്ല. ദൈവവചനം ധ്യാനിക്കുവാൻ പ്രാർത്ഥിക്കുവാൻ നാം സമയം കണ്ടെത്തുമ്പോൾ ദൈവവുമായി നമുക്ക് അടുക്കുവാൻ കഴിയുന്നു. ദൈവിക സ്വഭാവം നമ്മിൽ ഉടലെടുക്കുവാൻ കാരണമാകുന്നു. ദൈവിക സ്നേഹത്തിൽ നാം വർദ്ധിക്കുവാൻ ഇടയാകുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. വളരെ ആഴമാർന്ന ഒരു ബന്ധം ദൈവവുമായി നമുക്ക് സ്ഥാപിച്ചെടുക്കുവാൻ കഴിയുന്നു. പ്രിയരെ, ഒരു നിമിഷം ഒന്ന് ചിന്തിക്കുക. നമ്മുടെ സമയം നാം എങ്ങനെയൊക്കെയാണ് ചിലവാക്കുന്നത്? ദൈവിക കാര്യങ്ങൾക്കായി നാം എത്ര സമയം വേർതിരിക്കുന്നു? നമ്മുടെ കുടുംബത്തിനായി അവരെ കേൾക്കുവാൻ, അവരെ ശ്രദ്ധിക്കുവാൻ, അവരോടൊപ്പം സന്തോഷമാകട്ടെ ദുഃഖമാകട്ടെ ആ വേളയിൽ അവർക്ക് വേണ്ടി സമയം ചിലവാക്കാൻ കഴിയുന്നുണ്ടോ? സമയം അമൂല്യമാണ്, അത് പാഴാക്കരുത്. സമയം തക്കത്തിൽ ഉപയോഗിക്കാം. എല്ലാവരെയും നമുക്ക് സ്നേഹിക്കാം. ബുദ്ധിയോടെ സമയം തക്കത്തിൽ ഉപയോഗിക്കാം. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.